നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? അപ്പം ഞാനും ഇവിടെ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു സൂപ്പർ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും മടിയാണ്. ഒരു ഫേസിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒക്കെ പായ്ക്കിട്ട് കുറേ നേരം ഇരിക്കാനും ഒക്കെ മടിയുള്ള ആളുകളാണ്. അതേപോലെ തന്നെ നാണക്കേടാണ്. ആരെങ്കിലും പുറത്തു നിന്ന് കാണുവോ, കണ്ടാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ നാണക്കേടൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പം അങ്ങനെ ഒരു പുറത്തു നിന്ന് ആരും കണ്ടാൽ പെട്ടെന്നൊരു പായ്ക്ക് ഇട്ടിട്ടുണ്ടെന്നൊന്ന് അറിയുന്ന രീതിയിലോ ഉള്ള ഒരു പായ്ക്കല്ലത്. അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മടിയന്മാരും മടിച്ചികളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് അത് ഒരു 20 മിനിറ്റ് പോലും വെച്ചേക്കണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആ ഹെയറിലേക്ക് നന്നായിട്ട് പിടിക്കുകയും അതിൻ്റെ റിസൾട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ പ്രോട്ടീനൊക്കെ നൽകാനും അതേപോലെ ബേബി ഹെയർസ് വരാനും സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോ കണ്ടാലോ? അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കേണ്ട, ഇത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട്. ഈ ഒരു പാക്കിനകത്തേക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നാടൻ കോഴിയുടെ മുട്ടയാണ്. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം. പിന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. മഞ്ഞക്കുരു മാത്രം, വെള്ള മാത്രമല്ല എടുത്തേക്കുന്നത്, എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തേനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സ്കിന്നിനും ഹെയറിനും നമ്മുടെ സ്കാൽപ്പിനും ഒക്കെ തേൻ വളരെ നല്ലതാണ്. പിന്നെ തേനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടേത് ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ ലോ പോറോസിറ്റി ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഈ ഇതിനകത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കുന്നത് കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ തലയിൽ നല്ല രീതിയിൽ എണ്ണ പിഴിഞ്ഞെടുക്കത്തക്ക രീതിയിൽ എണ്ണ തേച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കിനകത്ത് ഒഴിക്കാത്തത്. ഇപ്പം നിങ്ങളുടേത് എൻ്റെതുപോലെ ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കുക. നിങ്ങളിപ്പോൾ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇല്ല ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട. പിന്നെ മുട്ടയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. മുട്ടയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹെയറിനും വളരെ അധികം പോഷകങ്ങൾ നൽകുന്ന, മുടി നല്ല കരുത്തോട് വളരാനും പിന്നെ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഒരുങ്ങുവാണെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ടിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. 20 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ മുടിക്ക് നല്ല വോളിയമൈസൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഒരുപാട് നേരം ഒന്നും വെച്ചേക്കണ്ട, വെറും 20 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കിനും വളരെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പിടിച്ചോളും. മുട്ടയാണ്. പിന്നെ തേനിൻ്റെ കാര്യം അറിയാലോ, മുടി നല്ല സോഫ്റ്റായിട്ട് സിൽക്കായിട്ട് കിടക്കാനൊക്കെ സഹായിക്കും തേൻ. അതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ എപ്പോഴും ഒരു മോയ്സ്ചറൈസ് നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ. അപ്പോൾ എല്ലാവരും തേനും കൂടെ മിക്സ് ചെയ്യുക. തേൻ സ്കിപ്പ് ചെയ്യരുത്. മുട്ടയുടെ കൂടെ തേനും കൂടെ മിക്സ് ചെയ്ത് അതേപോലെ തന്നെ എണ്ണ തേക്കുന്ന, ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാക്കിനകത്ത് ഒഴിക്കുക. ഞാനിപ്പോൾ എൻ്റെ തലയിൽ എണ്ണ തേച്ചേക്കുന്നത് കൊണ്ടാണ് ഞാനിതിലെത്ത് ഒഴിക്കുന്നത് കാണിക്കാത്തത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഉണങ്ങിയിട്ടുള്ള ഇത് ഞാൻ കാണിക്കാം കേട്ടോ. 20 മിനിറ്റൊന്നും വെച്ചില്ല കേട്ടോ. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കഴുകി എൻ്റെ മുടി ഉണങ്ങിയപ്പോഴാണ്, പാക്ക് ഉണങ്ങി പിടിച്ചപ്പോഴാണ് ആ മുടി ഇങ്ങനെ വടി പൂണുക്കായത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഷാമ്പു, മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകാം, മുടി വാഷ് ചെയ്യാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് മുട്ടയുടെ വെള്ളം മാത്രമല്ലല്ലോ ചേർത്തേക്കുന്നത്, മഞ്ഞയും കൂടെ ചേർത്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാ വെള്ളത്തിൽ മാത്രം കഴുകി കഴിയുമ്പോൾ ആ ഒരു മുട്ടയുടെ മണം കാണും. അപ്പോൾ ആ ഒരു മണം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാൻ പറഞ്ഞത്. പിന്നെ ഇതാണ് മുടി ഉണങ്ങി കഴിയുമ്പോൾ ഉള്ള ആ റിസൾട്ട്. നല്ല രീതിയിൽ ഉള്ളു തോന്നും. ഉള്ളൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ പാക്കാണ്, മുടിക്ക് ഉള്ളൊന്നും ഇല്ലാത്തവർക്ക്. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനോ വല്ലതും പോകാനും നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ ചെയ്യാം, ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ 20 മിനിറ്റ് ഒന്നും വെച്ചേക്കൊന്നും വേണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് കഴുകിക്കളയാം. മുട്ടയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒന്നുകൂടി എടുത്ത് പറയാനുള്ളത്, നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. നമ്മൾ അടുപ്പിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മുട്ട ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രിസി ഹെയറായിട്ടൊക്കെ ഉള്ളവർക്ക് ഒന്നും കൂടെ മുടി പെപ്പറാന്നാവാനായിട്ട് ആകും. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീനാണെന്നും പറഞ്ഞ്
അമൃതും അധികമായാൽ വിഷമെന്നല്ലേ പറയുന്നത്, അതുപോലൊക്കെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിലൊരിക്കൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റിസൾട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് എല്ലാവരുടെയും മുടി ഒരേ പോണക്കല്ല. ചിലവർക്ക് നല്ല ഉള്ളായിട്ടുള്ള മുടിയുണ്ട്, ചിലവർക്ക് ഉള്ളു കുറഞ്ഞ മുടിയുണ്ട്. അപ്പോൾ ഈ ഉള്ളു കുറഞ്ഞ മുടിയുള്ളവർക്കും വേണമെങ്കിൽ ഉള്ളു കുറഞ്ഞ മുടിയുള്ളവർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. മുടി കിളിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ല രീതിയിലൊരു വോളിയമൈസ് ആയിട്ടൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. നല്ല സിൽക്കായിട്ട് കിടക്കും, നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ കെട്ടി വെക്കാനൊക്കെ അടിപൊളിയായിട്ട് പറ്റും. നമുക്ക് ചേരുന്ന രീതിയിൽ തന്നെ മുടി ഒതുങ്ങി നിന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.